ഓക്കെ, സോ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആസ് വെൽ ആസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ചു. സോ ജനറലി നമുക്ക് കോർഡിനേറ്റ് ചേഞ്ചസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പം സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആയിരുന്നപ്പം സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആയിരുന്നപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആ വേരിയബിൾസ്, അതായത് നമ്മുടെ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിൾ മാറ്റി റോ തീറ്റ ഫൈ ആക്കി. ഓക്കെ, സോ അതെങ്ങനെയാണ് മാറ്റുന്നത്? നമുക്കൊരു ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എക്സ് വരുന്നിടത്തൊക്കെ ആ എക്സിൻ്റെ ഫോർമുല ഉണ്ടല്ലോ, റോ സൈൻ ഫൈ കോസ് തീറ്റ എന്നൊക്കെ പറയുന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വൈ വരുന്നിടത്ത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഡി റോ ഡി തീറ്റ ഡി ഫൈ എന്ന് എഴുതും. പിന്നെ ഇവിടെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്, റോ സ്ക്വയർ സൈൻ ഫൈ. അവിടെ ഞാൻ പറഞ്ഞിരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജക്കോബി എന്ന് പറഞ്ഞ സാധനമാണ്. അതുപോലെ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും സാധനം ഡി എക്സ് ഡി വൈ ഉള്ളത് നമ്മൾ എന്താ ചെയ്യുക? എക്സിൻ്റെ എവിടെ ഉള്ളത് ആർ കോസ് തീറ്റ കൊടുക്കും. എവിടെയൊക്കെ എക്സ് ഉണ്ട് അവിടെയൊക്കെ ആർ കോസ് തീറ്റ കൊടുക്കും. എവിടെയൊക്കെ വൈ ഉണ്ട് അവിടെയൊക്കെ ആർ സൈൻ തീറ്റ കൊടുക്കും. എന്നിട്ട് ആ ഇൻ്റഗ്രലിനകത്ത് ഡി ആർ ഡി തീറ്റ എഴുതും, കൂടെ ഒരു ആർ എന്ന് പറഞ്ഞ ഫാക്ടർ കൂടെ കൊടുക്കും. സോ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ വേരിയബിൾസിനെ നമ്മൾ പിടിച്ചിട്ട് ആർ തീറ്റയൊക്കെയാണ്. സോ ദിസ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ജനറൽ ഈ സെക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ജനറൽ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് എക്സ് വൈ ഉണ്ട്, അപ്പോൾ അതിനെ പിടിച്ച് ഏതെങ്കിലും ഒരു യു വി, ഇഷ്ടമുള്ളൊരു യു വിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തിനങ്ങനെ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻറ്റഗ്രൽസ് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഐഡിയ. സോ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫൈസ് ഡിഫിക്കൽട്ട് ഇൻറ്റഗ്രൽസ് എന്നാണ് ഐഡിയ. ഓക്കെ, സോ ഇതിന് നമുക്ക് ഈ ഒരു ഇൻറ്റഗ്രൽ നമ്മുടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ ഞാനൊക്കെ പിടിച്ച് ഈ എക്സും വൈയും മാറ്റിയിട്ട് ഒരു യുയിലും വിയിലും ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്താവും? ഇൻറ്റഗ്രൽ എഫിനകത്ത് എക്സ് ഉള്ളിടത്തൊക്കെ ആ എക്സിനെ നമ്മളൊരു യുവിലും വിയിലെയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. വൈയുടെ അടുത്തൊക്കെ വൈനകത്ത് യുവിൻ്റെയും വിയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കും. ഇൻറ്റു ഇത് ഡി യു ഡി വി ആക്കും. പിന്നെ ഇവിടെ ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയാം. സോ ഇതാണ് മെത്തേഡ്. എക്സ് വൈനെ പിടിച്ച് കംപ്ലീറ്റ്. സോ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇൻറ്റഗ്രൽ കംപ്ലീറ്റ് എന്തിലായിട്ട് മാറും? യുവിലും വിയും ആയിട്ട് മാറും. ഡി എക്സ് ഡി വൈ ഒക്കെ മാറിയിട്ട് ഈ ഡി യു ഡി വി ആയിട്ട് മാറും. അതുപോലെ ലിമിറ്റ്സ്, ഈ എക്സും വൈയുടെ ലിമിറ്റ്സ് മാറിയിട്ട് യുവിൻ്റെയും വിയുടെയും ലിമിറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ഇസ് എ ഫാക്ടർ ഹിയർ. ആ ഫാക്ടർ എന്ന് പറയുന്ന പേരാണ് ജക്കോബിയൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. സോ എക്സ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അവിടെ യുവും വിയുടെ വാല്യൂ എന്താണെന്ന് അത് കൊടുക്കുന്നു, വൈൻ്റെ അവിടെ യുവിൻ്റെ വിയുടെ വാല്യൂ കൊടുക്കുന്നു. ഇൻറ്റു ഒരു സാധനമുണ്ട്. ഈ സാധനം, അതായത് ഡോ എക്സ് വൈ ബൈ ഡോ യു വി എന്നെ പറയുന്ന പേരാണ് ജക്കോബിയൻ ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു യു കോമ വി. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇറ്റ്സ് ഒരു ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫുൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതുക. എക്സ് എന്ന് പറഞ്ഞാൽ യുവിനെയും വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡോ എക്സ് ബൈ ഡോ യു വരും, ഡോ എക്സ് ബൈ ഡോ വി വരും. സെക്കൻഡ് റോയിൽ വൈൻ്റെ ഫുൾ എഴുതുക. ഡോ വൈ ബൈ ഡോ യു വരും, ഡോ വൈ ബൈ ഡോ വി വരും. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് കോൾഡ് ജക്കോബിയൻ. ഓക്കെ, ഇതിപ്പോൾ എത്ര വേരിയബിൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് ഉണ്ടാവും. അപ്പം ജക്കോബിനെ ഡോ എക്സ് ബൈ ഡോ വൈ ഇസഡ് വിളിക്കാം, ഡോ യു യു ഡോ വി ഡോ ഡബ്ല്യു വിളിക്കാം. സോ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാമോ? ഫസ്റ്റ് വേരിയബിൾ ആദ്യം എക്സിൻ്റെ കംപ്ലീറ്റ് എഴുതുക. ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു. അടുത്തത് ഡോ വൈ ബൈ ഡോ യു, വൈൻ്റെ ഫുള്ള് ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ ഡബ്ല്യു. അടുത്തത് വരുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ യു, ഡോ ഇസഡ് ബൈ ഡോ വി, ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു. ഇത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ആണ്. ഇനി ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നോ അതിൻ്റെ മോഡുലസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ദിസ് ഈസ് കോൾഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല. ഇത് ഡബിൾ ഇൻ്റഗ്രൽസിന് വാലിഡ് ആണ്, ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് വാലിഡ് ആണ്. എത്ര ഇൻ്റഗ്രൽസ് ഉണ്ടോ അതിനൊക്കെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ഒരു ഫോർമുല വെച്ചിട്ട്. അതായത് സോ നിങ്ങളുടെ പോളാർ കോർഡിനേറ്റ്സ്, സോ ഇത് പോളാർ കോർഡിനേറ്റ്സിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സിനെയും വൈനെയും പിടിച്ച് ആറും തീറ്റ ആക്കുമായിരുന്നു അല്ലേ? അവിടെ ഡോ എക്സ് ബൈ ഡോ, അപ്പം അവിടെ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോ എന്തൊക്കെ വരും? ഡോ എക്സ് ബൈ ഡോ ആർ ഉണ്ടായിരുന്നു, ഡോ എക്സ് ബൈ ഡോ തീറ്റ ഉണ്ടായിരുന്നു, എക്സിൻ്റെ ഫുൾ കോർഡിനേറ്റ്സ്. ഡോ വൈ ബൈ ഡോ ആർ ഉണ്ടായിരുന്നു, ഡോ വൈ ബൈ ഡോ തീറ്റ. സോ ഓക്കെ, ഇതാണ് ജക്കോബിയൻ. ഇപ്പോൾ ഇത് ഡോ എക്സ് ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് തീറ്റ. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ആർ സൈൻ തീറ്റ വരും. ഡോ വൈ ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ വരും. ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ വരും, ആർ വരും. അതുകൊണ്ടാണ് പോളാർ കൺവേർട്ട് ചെയ്യുമ്പോൾ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെയാണ് സ്പെറിക്കലിന് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതേ ഐഡിയ തന്നെ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് വരുമ്പോഴും ഇതിനെ വരും. ഇപ്പോൾ യു വി ഡബ്ല്യു ആക്കണമെങ്കിൽ നമുക്ക് ഡോ എക്സ് വൈ ഇസഡ് ബൈ ഡോ യു വി ഡബ്ല്യു. സോ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എക്സിൻ്റെ ഫോർമുല വിത്ത് റെസ്പെക്ട് യു വി ഡബ്ല്യു നമുക്ക് അറിയണം, വൈൻ്റെ ഫോർമുല വിത്ത് റെസ്പെക്ട് യു വി. മിക്കവാറും അത് പ്രോബ്ലംസ് തരത്തില്ല, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ആ ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. തൽക്കാലം ഈ ഫോർമുലാസ് അറിയുന്ന പ്രോപ്പർട്ടി മാത്രമേ നമ്മളിപ്പോൾ പഠിക്കുന്നുള്ളൂ.
ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. സോ ഫോർമുല ഇത് തന്നെയാണ്, നമ്മൾ ജക്കോബിയൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇത് പ്രോബ്ലംസിൽ വരുന്നത് നോക്കാം. ഓക്കെ, സോ ഇതാണ് 3 ഡയമെൻഷനിലെ ജക്കോബിയൻ. ഫസ്റ്റ് റോയിൽ എക്സിൻ്റെ ഫുൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതി, സെക്കൻഡ് റോയിൽ വൈൻ്റെ ഫുൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതി, തേർഡ് റോയിൽ ഇസഡിൻ്റെ ഫുൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതി. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഈ സാധനം ഇൻ്റഗ്രൽ 0 to 4 ഇൻ്റഗ്രൽ x ഈസ് ഈക്വൽ ടു y/2 x ഈസ് ഈക്വൽ y/2 + 1 2x - y/2 dx dy. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ അവർ പറയുന്നുണ്ട്. എന്താണ് u എന്ന് പറഞ്ഞാൽ 2x - y/2, v എന്ന് പറഞ്ഞാൽ y/2, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും അവിടെ മാറ്റിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് കൊടുക്കണം. സോ ഇവിടെ ഞാൻ ലിമിറ്റ്സ് എഴുതുന്നില്ല, കാര്യം ഈ ലിമിറ്റ്സ് എഴുതേണ്ടത് ഈ പറഞ്ഞ യുവിൻ്റെയും വിൻ്റെയും ലിമിറ്റ്സ് ആണ് എഴുതേണ്ടത്, എക്സിൻ്റെയും വൈൻ്റെയും അല്ല. സോ ആദ്യം നോക്കിയേ, ഇവിടെ 2x - y/2 ആണ്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, അതെന്താണ് u ആണ്. ഇനി dx dy മാറി du dvയോ dv du അത് ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് പ്രോബ്ലം അനുസരിച്ച് മാറ്റേണ്ടി വരും, കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ ജക്കോബിയൻ കൂടെ കൊടുക്കണം. ജക്കോബിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഞാൻ എക്സും വൈയും പിടിച്ചിട്ട് യു വിയിലേക്ക് ആക്കുവാണ്. സോ ജക്കോബിയൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഡോ എക്സ് വൈ ഓഫ് ഡോ യു വൈ. ജക്കോബിയൻ ഓഫ് എക്സ് വൈ റെസ്പെക്ട് ടു ജക്കോബിയൻ ഓഫ് യു വി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എക്സിൻ്റെയും വൈൻ്റെയും ഫോർമുല അറിയണം. പക്ഷെ നമുക്ക് തന്നിട്ടില്ല, നമുക്ക് തന്നിരിക്കുന്നത് u ഈസ് ഈക്വൽ ടു 2x - y/2 എന്ന് തന്നിട്ടുണ്ട്, v ഈസ് ഈക്വൽ ടു y/2 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എക്സിൻ്റെ വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ, y എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിളായിട്ട് 2v ആവും. അതോടെ കൊടുക്കുമ്പം 2u എന്ന് പറഞ്ഞാൽ 2x - y ആവും. 2x - y എന്ന് പറഞ്ഞാൽ 2x - 2v വരും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ u + v വരും. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ഫോർമുലാസ് ഏതൊക്കെയാണ്, എക്സ് ഈസ് ഈക്വൽ ടു u + v, y ഈസ് ഈക്വൽ ടു 2v. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, ഇപ്പോൾ ജക്കോബിയൻ കണ്ടുപിടിക്കാമല്ലോ. സോ ഇതെങ്ങനെ എഴുതുക, ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എക്സിൻ്റെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരും. ഇപ്പോൾ എന്ത് വരും, ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി വരും. മറ്റത് ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി വരും. ഡോ എക്സ് ബൈ ഡോ യു എത്രയാണ്, ഇറ്റ് ഈസ് 1. ഡോ എക്സ് ബൈ ഡോ വി അഗെയിൻ 1. ഡോ വൈ ബൈ ഡോ യു ഇല്ല, ഡോ വൈ ബൈ ഡോ വി 2 വരും. സോ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് 2. സോ ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് 2u ആണ്. ഓക്കെ, സോ u × 2 ക്ലിയർ ആയില്ലേ. ഇവിടെ യു എവിടെ ഉണ്ടായിരുന്നു, അതിനെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻസ് കൊടുത്തു, പിന്നെ ജക്കോബിയൻ 2 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലിമിറ്റ്സും കൂടെ എഴുതണം. ഈ ലിമിറ്റ്സ് ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ ചിലപ്പം ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് പക്ഷേ കുറച്ച് എളുപ്പമാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു y/2 എന്ന് വന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു y/2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം u + v ആണ്. y/2 എന്ന് പറഞ്ഞാൽ v ആണ്. സോ ഇതെന്ത് കിട്ടും, u ഈസ് ഈക്വൽ ടു 0 കിട്ടും. ശരിയല്ലേ, u + v ഈസ് ഈക്വൽ ടു v എന്ന് കൊടുക്കുമ്പോൾ u ഈസ് ഈക്വൽ ടു 0 കിട്ടും. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു y/2 + 1 വരുമ്പോൾ ഫോർമുല ഇട്ട് കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ u + v ആണ്, y എന്ന് പറഞ്ഞാൽ 2v ആണ്. സോ v + 1 വരും. സോ u ഈസ് ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, സോ യുവിൻ്റെ ലിമിറ്റ്സ് കിട്ടി, എത്രയാണ്, 0 മുതൽ 1 വരെ. സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി വിൻ്റെ ലിമിറ്റ്സ് വേണം. അടുത്തത് അതിന് മുമ്പ് നോക്കുക, ഇവിടെ ഇത് എക്സിൻ്റെ ലിമിറ്റ്സ് ആണ്. അടുത്ത ലാസ്റ്റ് കൊടുക്കുന്ന വൈയുടെ ലിമിറ്റ്സ് ആണ്. y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എന്താ, 2v ആണ്. സോ 2v എന്ന് പറയുമ്പോൾ v 0 കിട്ടും. ഓക്കെ, അതിൽ y ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ 2v ആണ്. അപ്പോൾ 2v ഈസ് ഈക്വൽ 4 എന്ന് പറയുമ്പോൾ വിൻ്റെ വാല്യൂ 2 വരും. ഓക്കെ, സോ ലിമിറ്റ്സ് എന്താ വരിക, സോ ഇപ്പോൾ വിൻ്റെ വാല്യൂ എന്തായി, 0, വിൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ ലിമിറ്റ്സ് കൊടുക്കുന്ന എളുപ്പമാണ്. ഇപ്പോൾ du dv കൊടുക്കുന്നതെങ്കിൽ യുവിൻ്റെ വാല്യൂ 0 to 1, വി കൊടുക്കുന്നെങ്കിൽ യുവിൻ്റെ വാല്യൂ 0 to 2. ഓക്കെ, വെരി സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പത്തിൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ 0 to 1 ഇതാണ് 2u du dv. സിമ്പിളായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പടം വരച്ചും കണ്ടുപിടിക്കാം. ഈ ബൗണ്ടറി, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്സിൻ്റെ റീജിയൻസ് പടം വരച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന സാധനം. ഇതിനകത്ത് ഓരോ ബൗണ്ടറി എങ്ങനെ വരുന്ന ഫോർമുല ഇട്ട് കൊടുത്തപ്പം എനിക്കിവിടെ കിട്ടിയത് ഒരു റെക്റ്റാങ്കുലർ റീജിയൻ ആയിരുന്നു. സോ അതിൻ്റെ ലിമിറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടി. പക്ഷേ എപ്പോഴും അങ്ങനെ സിമ്പിളായിട്ട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം നോക്കുവാണ്. ഇവിടെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 - x റൂട്ട് ഓഫ് x + y y - 2x ² dx. ഈ ഒരു പ്രോബ്ലം നോക്കുവാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇവിടെ പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ,
എക്സ് പ്ലസ് വൈ ഞാൻ കണ്ടു, അതിനെ വേണമെങ്കിൽ ഞാൻ യു എന്ന് വിളിച്ചു. നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം. വൈ മൈനസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ വി എന്ന് വിളിച്ചു. എക്സ് പ്ലസ് വൈനെ യു എന്ന് വിളിച്ചു, വൈ മൈനസ് 2x വി എന്ന് വിളിച്ചു. ചിലപ്പോൾ പോസിറ്റീവ് തരും, അല്ലെങ്കിൽ നമുക്ക് കോമൺ സെൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ജസ്റ്റ് അപ്പോൾ റൂട്ട് യു ഇൻറ്റു വി സ്ക്വയർ എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്തിരിക്കുന്ന റീജിയൻ കൂടെ നോക്കിയാൽ നമുക്ക് എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനത്തിലേക്ക് വരാം. സോ ഇവിടെ വൈയുടെ വേരിയേഷൻ എവിടെ നിന്നാണ്? വൈ ഈസ് വേരിയിങ് ഫ്രം 0 to 1 മൈനസ് എക്സ് ആണ്. ഓക്കെ, അതിൽ എക്സ് ഈസ് വേരിയിങ് ഫ്രം 0 to 1 ആണ്. അപ്പം ആ റീജിയൻ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എക്സ് ഈസ് വേരിയിങ് ഫ്രം 0 മുതൽ 1 വരെ. സോ ബേസിക്കലി ഇത് വരും. വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 മൈനസ് എക്സ് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? സോ വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ പോകുന്ന സാധനമാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ റീജിയൻ, ശരിയല്ലേ? അതായത് ആലോചിച്ച് നോക്കി, വൈ ഈസ് വേരിയിങ് ഫ്രം 0 മുതൽ ഈ ലൈൻ വരെ, അത് 1 മൈനസ് എക്സ്. എക്സ് ഈസ് വേരിയിങ് ഫ്രം 0 മുതൽ 1 വരെ. അപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റഡ് ചെയ്തില്ലെങ്കിൽ ബൗണ്ടറീസ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കിയാൽ മതി. അത് വെച്ചിട്ടാണ് മറ്റത് പറയാൻ പോകുന്നത്. ഓക്കെ, കാര്യം സ്ക്വയർ അല്ലാത്ത റീജിയനിലൊക്കെ ലിമിറ്റ്സ് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കാണിച്ചത്. സോ ഇവിടെ ഈ റീജിയൻ ഈ ലിമിറ്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതാണ്. ഏതൊക്കെയാണ്? ഒന്ന്, എക്സ് ഇസ് ഈക്വൽ ടു ഇത്, വൈ ഇസ് ഈക്വൽ ടു 0, ഇത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1, ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ റീജിയൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്ത ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ വൈ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതിപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് സോൾവ് ചെയ്യാം. അപ്പോൾ അത് 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 2u വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 3 അല്ല, രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പം 2x പ്ലസ് 2y 2u വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സ് വെട്ടിയത് പോകും. സോ 3y ഇസ് ഈക്വൽ ടു 2u പ്ലസ് വി വരും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 2u/3 പ്ലസ് v/3. ഓക്കെ, അതുപോലെ എക്സ് പ്ലസ് വൈ യു ആണ്. സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് വൈ ആണ്. സോ ഇറ്റ് ഇസ് യു മൈനസ് 2u/3 മൈനസ് v/3 വരുമ്പോൾ എന്താ വരിക? u/3 മൈനസ് v/3. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും അല്ലേ? സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u/3 മൈനസ് v/3 ആവും. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2u/3 പ്ലസ് v/3. ഓക്കെ, കണ്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാം. സോ ഇത് നമ്മൾ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ ഇൻ്റഗ്രൽ എന്താ പറയുന്നത്? ഡബിൾ ഇൻ്റഗ്രൽ ലിമിറ്റ്സ് കൊടുക്കാം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈക്ക് പകരം റൂട്ട് യു ആവും. വൈ മൈനസ് 2x ഹോൾ സ്ക്വയർക്ക് പകരം വി സ്ക്വയർ ആവും. ഇപ്പോൾ ഡി യു ഡി വിയോ ഡി വൈ ഡി യു നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഒക്കെ എങ്ങനെ വരും നമുക്ക് നോക്കാം. റീജൻ നമുക്ക് നോക്കാം. സോ ഇതാണ് വരാൻ പോകുന്നത്. ഇനി എനിക്ക് ഇത്രയും ഇതിന് വേണ്ടിയിട്ട് ജക്കോബിൻ കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. ജക്കോബിൻ എന്ന് പറഞ്ഞാൽ ഡോ എക്സ് വൈ ബൈ ഡോ യു വി വരും. സോ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, അതുപോലെ ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി അല്ലേ? ഡോ എക്സ് ബൈ ഡോ യു എത്ര വരിക? ഇറ്റ് ഈസ് 1/3 വരും. ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറയുമ്പോൾ മൈനസ് 1/3 വരും. ഡോ വൈ ബൈ ഡോ യു എന്ന് പറയുമ്പോൾ 2/3. ഡോ വൈ ബൈ ഡോ വി എന്ന് പറയുമ്പോൾ എഗെയിൻ 1/3. ശരിയല്ലേ? ഡോ വൈ ബൈ ഡോ യു 2/3, ഡോ വൈ ബൈ ഡോ വി എന്ന് പറയുമ്പോൾ 1/3. ഇത് അത്ര എന്താവും നോക്കുക. സോ ഇറ്റ് ഇസ് 1/9 മൈനസ് പ്ലസ് ആവും 2/9 വരും. അതായത് 3/9 വരും അല്ലേ? 1/9 പ്ലസ് 2/9 വരും. അതായത് 3/9 വരും. അതായത് 1/3 വരും. സോ ഇവിടെ വരുമ്പം യു ഇൻറ്റു 1/3 ഇൻറ്റു ഡി യു ഡി വിയോ ഡി വി ഡി യു. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ റീജിയൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. റീജിയൻ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 to 1 മൈനസ് എക്സ്. ഓക്കെ, സോ ഇത് എക്സ് 0 അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം നോക്കാം. ഈ ബൗണ്ടറി നോക്കിയാൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ത് സംഭവിക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്താവും? എക്സ് ഇസ് ഈക്വൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. അത് 0 ആകുമ്പോൾ എൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ ഇതാണ്. എക്സ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? u/3 മൈനസ് v/3 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് യു ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞ ലൈനാണ്. ഓക്കെ, സോ യു വി പ്ലെയിനിൽ യു ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞ ലൈൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? വൈ ഈസ് ഈക്വൽ ടു 0. വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴോ? വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം എന്താ പറയുക? 2u/3 പ്ലസ് v/3 0 വരും. അതായത് വി ഈസ് ഈക്വൽ ടു മൈനസ് 2u വരും. വി ഈസ് ഈക്വൽ ടു മൈനസ് 2u വരും. ഓക്കെ, ഫൈനലി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴോ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പം എന്താ? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ യു ആണ്. യു ഈസ് ഈക്വൽ ടു 1 അല്ലേ? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ യു അല്ലേ? യു ഈസ് ഈക്വൽ ടു 1 വരും. ഓക്കെ, സോ ഈ റീജിയൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അതായത് ഏതാണ്?
ഇതാണ് നിങ്ങളുടെ യു വി പ്ലെയിൻ എന്ന് വിചാരിക്കുക. യു ഈസ് ഈക്വൽ ടു വി എന്ന് പറയുമ്പം ലൈൻ പോകുന്നത് ഇത് ഇങ്ങനെയായിരിക്കും അല്ലേ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ഇങ്ങനെ വരിക. യു ഈസ് ഈക്വൽ ടു വി, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ഇതാണ് എൻ്റെ ലൈൻ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് വി ഈസ് ഈക്വൽ ടു -2u. വി ഈസ് ഈക്വൽ ടു -2u ഒറിജിനലിൽ കൂടെ പോകും. പിന്നെ ഇത് ഏതാ ഈ പോയിന്റ് എക്സ് പ്ലസ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യു പ്ലെയിൻ ആണ്, ഇത് വി പ്ലെയിൻ ആണെങ്കിൽ ഈ പോയിന്റ് ഏതാ, ഈ പോയിന്റ് 1,0. അപ്പം നിങ്ങളുടെ യു 1 ആകുമ്പോൾ വി എന്തായിരിക്കും, യു 1 ആകുമ്പോൾ വി എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ വരും. സോ നിങ്ങളുടെ റീജിയൻ -2 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ നിങ്ങളുടെ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു -2. അത് പറയുമ്പം ഏതൊക്കെ വരുന്നത്, യു ഈസ് ഈക്വൽ ടു വി ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സാധനമുണ്ട്. സോ ഈ ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് ഞാൻ കറക്റ്റായിട്ടല്ല വരച്ചത്, ഇങ്ങനെ വരുന്ന. ഓക്കെ, ഇത് വി ഈസ് ഈക്വൽ ടു 1, വി ഈസ് ഈക്വൽ ടു -2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഇങ്ങനെ ആയിരിക്കും. സോ ഒരു ട്രയാങ്കിൾ ഷേപ്പ് റീജിയൻ ആയിരിക്കും വരിക. ഈ ട്രയാങ്കിൾ ഷേപ്പ് റീജിയനിലൂടെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, ഇവിടെ എന്ന് പറയുമ്പം ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യുന്നത്, അതായത് യു ഈസ് ഈക്വൽ ടു വിയും എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 വരുമ്പം ഇത് യു ഈസ് ഈക്വൽ ടു വിയും യു പ്ലസ് വി ഈസ് ഈക്വൽ ടു 1 അല്ലേ. യു ഈസ് ഈക്വൽ ടു വിയും എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഓക്കെ 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 ചെറിയൊരു എറർ പറ്റി. നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. നമുക്ക് ആ റീജിയൻസ് ഒന്നുകൂടെ നോക്കാം. സോ ഇവിടെ റീജിയൻ വരയ്ക്കുമ്പോൾ ഏതൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു 1 വന്നു അല്ലെ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1. പിന്നെ ഒന്ന് വി ഈസ് ഈക്വൽ ടു -2u വന്നു അല്ലേ. പിന്നെന്താ വന്നേ, വി ഈസ് ഈക്വൽ ടു -2u വന്നു. വേറെ എന്താ വന്നേ, യു ഈസ് ഈക്വൽ ടു വി ഉണ്ടായിരുന്നു ഇവിടെ, യു ഈസ് ഈക്വൽ ടു വി ഉണ്ട്. ഓക്കെ, യു ഈസ് ഈക്വൽ ടു വി. ഓക്കെ, ഇപ്പോൾ ഇത്രയും സാധനം നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ഇത് നമ്മുടെ യു വി പ്ലെയിൻ ആണ്, ഇത് യു പ്ലെയിൻ ആണ്, ഇത് വി പ്ലെയിൻ ആണ്. യു ഈസ് ഈക്വൽ ടു 1 ഏറ്റവും ആദ്യം വരയ്ക്കാം. ഇതാണ് ആ സാധനം, ശരിയല്ലേ. ഇനി യു ഈസ് ഈക്വൽ ടു വി എന്ന് പറയുമ്പം ഇതിങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, സോ ഇത് യു ഈസ് ഈക്വൽ ടു വിയും യു ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇത് 1 1 എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് നമുക്ക് വരും. ഓക്കെ, ഈ പോയിന്റ് 1 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇനി വി ഈസ് ഈക്വൽ ടു -2u എന്ന് പറയുമ്പോൾ 0 0 ഉണ്ടാവും. അതുപോലെ യു 1 ആകുമ്പോൾ വിയുടെ വാല്യൂ -2 വരും. സോ ഇവിടെ ആയിട്ട് വരും. സോ ബേസിക്കലി ഇങ്ങനെ വരും. സോ ഇതാണ് എൻ്റെ യു വി പ്ലെയിനിലെ റീജിയൻ, ഒരു ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് വരും. സോ ഇത് 0 0, താഴെ വരുന്നത് എത്രയാ, 1 -2. ഓക്കെ, സോ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുത്തില്ല എങ്കിൽ ലിമിറ്റ്സ് കറക്റ്റായിട്ട് വരില്ല, അതിന് വേണ്ടിയിട്ടാണ്. സോ ഈ സാധനത്തിൽ നിങ്ങൾ ലിമിറ്റ്സ് കൊടുക്കാൻ നേരത്ത് നോക്കി എങ്ങനെ കൊടുക്കുക, ഇവിടെ ഇതാ ഇതിൻ്റെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് റീജിയൻ ലിമിറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഡി വി ഡി യു. ഇപ്പോൾ ഡി യു ഡി വി കൊടുക്കാം, ഡി വി ഡി യു കൊടുക്കാം. ഡി വി ഡി യു ആണെങ്കിൽ യുവിൻ്റെ ഫുൾ ലിമിറ്റ്സ് കൊടുക്കണം. യുവിൻ്റെ ഫുൾ ലിമിറ്റ്സ് എത്രയാണ്, എക്സ് പറയുന്ന പോലെ തന്നെ യുവിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 0, ഏറ്റവും വലിയ വാല്യൂ 1. സോ യുവിൻ്റെ ഫുൾ ലിമിറ്റ്സ് 0 to 1. വിൻ്റെ ഫുൾ ലിമിറ്റ്സ് എന്താണ്, വി എങ്ങനെ വേരി ചെയ്യുന്നത്, മേളിലോട്ടാണ് വേരി ചെയ്യുന്നത്. ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ വേരി ചെയ്യുന്നത് അല്ലേ. ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയാണ് വി വേരി ചെയ്യുന്നത്. ഏതാണ് ഈ ലൈൻ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാ ലൈൻ, ഏതാണ്, വി ഈസ് ഈക്വൽ ടു -2u. സോ -2u മുതൽ മേളിലത്തെ ലൈൻ ഏതാണ്, വി ഈസ് ഈക്വൽ ടു യു ആണ്. സോ യു വരെ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് വരച്ചാൽ ആ ലിമിറ്റ് എഴുതാൻ പറ്റുള്ളൂ. സോ -2u മുതൽ യു വരെ വരും. സോ ഈ സാധനം നമ്മൾ ഓൾറെഡി നമ്മൾ സിംപ്ലിഫൈ വെച്ചത് എന്താവും, സോ ഇത് ഇവിടെ നമ്മൾ എഴുതാൻ പോകുമ്പോൾ ഇൻറ്റു 1/3 ഇൻറ്റു ഡി വി ഡി യു എന്ന് എഴുതും, വേർ വി വേരീസ് ഫ്രം -2u to u ആൻഡ് യു വേരീസ് ഫ്രം എവിടുന്ന 0 to 1. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വളഞ്ഞ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അല്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഇവിടെ വൈൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. വൈൻ്റെ വാല്യൂ 0 ആണ് ഇവിടെ കൊടുക്കാൻ നേരത്തെ നമുക്ക് ഓൾറെഡി കിട്ടും 2u/3 + v/3 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് v ഈസ് ഈക്വൽ ടു -2 എന്നുള്ളത് കിട്ടും. ഓക്കെ, അത് കുഴപ്പമില്ല. ഇനി വൈൻ്റെ വാല്യൂ 1 - x എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെയും x + y എന്ന് പറയുമ്പോൾ u എന്ന് കിട്ടും. സോ ഇന്നർ ഇൻ്റഗ്രൽസ് ഓക്കെയാണ്, -2u to u ആണ്. ഇനി ഔട്ടർ ഇൻ്റഗ്രൽസ് നോക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ u ഈസ് ഈക്വൽ ടു v ആണ്. എക്സിൻ്റെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, u/3 - v/3 ഈസ് ഈക്വൽ ടു 1 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം u - v ഈസ് ഈക്വൽ ടു
3 എന്ന് വരും. അപ്പം നിങ്ങൾക്ക് അതെല്ലാം കൂടെ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്, യു ഈസ് ഈക്വൽ ടു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു സാധനം യു മൈനസ് വി ഈസ് ഈക്വൽ ടു 3 വരും. 0 എടുക്കുമ്പം യു ഈസ് ഈക്വൽ ടു വി വരും. അപ്പം റീജിയൻ കുറച്ച് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരും. എന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ പുറത്ത്. ഓക്കെ, ഓൾറെഡി നമ്മൾ അകത്ത് നമ്മൾ യുവിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൻ്റെ കാര്യങ്ങൾ കഴിയും. സോ ഇനി നമുക്ക് വിയുടെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സിനകത്ത് പ്രശ്നം വരും. ഓൾറെഡി അകത്തെ ലിമിറ്റ്സിനകത്ത് നമ്മൾ വി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ പുറത്തേക്ക് ഇനി കടത്ത് കൊടുക്കാൻ നേരത്ത് വി വരാൻ പാടില്ല, കാര്യം അത് ഓൾറെഡി അതിൻ്റെ ഇവാലുവേഷൻ കഴിഞ്ഞതാണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാനിത് ലിമിറ്റായിട്ട് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഗ്രാഫ് വരയ്ക്കുക. സോ ജനറലി ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ഇച്ചിരി പാടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവാലുവേഷൻ കിട്ടും. എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പടം വരയ്ക്കാൻ നോക്കുക. പടം വരച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ളതൊക്കെ സിമ്പിൾ പടങ്ങളായിരിക്കും വരാനുണ്ടാവും. ഓക്കെ, സോ ഇത് ആ പടങ്ങൾ ഒന്നും കൂടെ കാണിച്ചിരിക്കുകയാണ്. ഏതാണ് പടം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ റീസണിങ്. സോ ബൗണ്ടറി ലൈൻസ് വരച്ചിട്ട് ബൗണ്ടറി ലൈൻസ് എങ്ങോട്ട് മാപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽസിൻ്റെ പ്രോബ്ലം കൂടെ നോക്കാം. സോ ഇതാണ് ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ തന്നെ പറഞ്ഞ എന്താവും? ട്രിപ്പിൾ ഇൻ്റഗ്രൽ യു എന്ന് പറഞ്ഞാൽ 2x - 5. സോ ഇതിനകത്തുള്ള ഇതെന്താവും? യു ആവും. ഇസഡ് പ്ലസ് ഡബ്ല്യു ആണ്. സോ ഡബ്ല്യു ആവും അല്ലേ. ഇതിപ്പോൾ ജസ്റ്റ് യു പ്ലസ് ഡബ്ല്യു ആവും. ഇനി മറ്റത് ഡി യു ഡി വി ഡി ഡബ്ല്യു നിങ്ങളുടെ പോലെ ആവും. ഇൻറ്റു ജക്കോബിൻ കൂടെ കൊടുക്കേണ്ടി വരും. ജക്കോബിൻ എങ്ങനെ കണ്ടുപിടിക്കണേ? അതിന് വേണ്ടിയിട്ട് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ 2x - 5/2, വി എന്ന് പറഞ്ഞാൽ y/2 ആണ്. അപ്പോൾ വൈ എന്താ? വൈ എന്ന് പറഞ്ഞാൽ 2v ആയി. അത് ഡബ്ല്യു = Z/3 ആണ്. അപ്പോൾ ഇസഡ് എന്താ? 3w ആയി. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് 2x - y എന്ന് പറഞ്ഞാൽ 2u കിട്ടും. y ഓൾറെഡി അറിയാം. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ y ഓൾറെഡി 2v ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി 2u പ്ലസ് v വരും അല്ലേ. വൈയുടെ വാല്യൂ 2 ആണ്. അപ്പം ബേസിക്കലി 2u പ്ലസ് വൈയുടെ 2v വരും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി. ഓക്കെ, സോ ഏതൊക്കെ വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി, വൈ ഈസ് ഈക്വൽ ടു 2v, ഇസഡ് ഈസ് ഈക്വൽ ടു 3w. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ശരിയാണെന്ന് നോക്കിയാൽ ഇസഡ് 3w, വൈ 2v, 2x - y എന്ന് പറഞ്ഞാൽ u ആണ്. സോ 2x - y 2u ആണ്. y എന്ന് പറഞ്ഞാൽ 2v ആണ്. സോ 2u പ്ലസ് 2v, എക്സ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ജക്കോബിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഡോ എക്സ് ബൈ ഡോ യു, പിന്നെ ഡോ എക്സ് ബൈ ഡോ വി, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു വരും, ഡോ വൈ ബൈ ഡോ യു വരും, ഡോ വൈ ബൈ ഡോ വി വരും, ഡോ വൈ ബൈ ഡോ ഡബ്ല്യു വരും. അടുത്തത് ഡോ ഇസഡ് ബൈ ഡോ യു, ഡോ ഇസഡ് ബൈ ഡോ വി, ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു വരും. ഓക്കെ, ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 1, ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ 1, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു 0, ഡോ വൈ ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 0, ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ 1, ഡോ വൈ ബൈ ഡോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 0, ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 0, ഡോ ഇസഡ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ അഗെയിൻ 0, ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അഗെയിൻ 3 വരും. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻറ്റ് ഇസ് നത്തിങ് ബട്ട് എന്ത് വരും? ജസ്റ്റ് 3 വരും. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ആണ്. സോ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലിമെൻസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം, എങ്ങനെ കിട്ടും നോക്കാം. അഗെയിൻ ഇറ്റ് വിൽ ഓൺലി ഗെറ്റ് 3 തന്നെ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് ആ ഇൻ്റഗ്രലിനകത്ത് ഇൻറ്റു 3 വരും. ഇനി ലിമിറ്റ്സും കൂടെ നോക്കണമല്ലോ. ലിമിറ്റ്സ് നോക്കാം. ലിമിറ്റ്സ് ഇവിടെ നോക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു y/2, എക്സ് ഇസ് ഈക്വൽ ടു y/2, പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു y/2 പ്ലസ് 1 വരെ. എക്സ് ഇസ് ഈക്വൽ ടു y/2 എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ 2v ആണ്. 2v/2 ആണ്. സോ ബേസിക്കലി യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി വരും. അതായത് യു ഈസ് ഈക്വൽ ടു 0. യു 0 മുതൽ വൈ അഗെയിൻ y/2 ടു പ്ലസ് എന്ന് പറയുമ്പം യു പ്ലസ് വി ഇസ് ഈക്വൽ ടു അഗെയിൻ യു പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ വി ആണ്. വി പ്ലസ് 1 വരും. ദാറ്റ് മീൻസ് യു ഈസ് ഈക്വൽ ടു 1. സോ യുവിൻ്റെ ലിമിറ്റ്സ് കിട്ടി 0 to 1. എളുപ്പമല്ലേ? ഇനി അടുത്ത എന്താണ്? വൈൻ്റെ ലിമിറ്റ്സ് 0 to 4. വൈ ഫ്രം 0 to y ഈസ് ഈക്വൽ ടു 4. വൈൻ്റെ വാല്യൂ എന്താണ്? വൈൻ്റെ വാല്യൂ 2v അല്ലേ. സോ വൈ 0 ആകുമ്പോൾ വിയുടെ വാല്യൂ 0 ആയിരിക്കും. വൈ 4 ആകുമ്പോൾ വിൻ്റെ വാല്യൂ 2 ആയിരിക്കും. സോ 0 to 2v. സോ ഡി യു ഡി വി. ഇനി അടുത്തത് ഇസഡിൻ്റെ വാല്യൂ 0 to 3 ആണ്.
ഇനി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3W ആണ്. സോ 3Wൻ്റെ വാല്യൂ 0 to 3Wൻ്റെ വാല്യൂ 3 ആണ്. സോ Wൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഫ്രം 0 to 1. സോ ഇതെന്തായി? സിംപ്ലി എന്താവും? ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 2, ഇൻ്റഗ്രൽ 0 to 1. ഇനിയുള്ളത് u പ്ലസ് w, അകത്ത് കൊടുത്തത് du, dv, dw. ഇത് സിമ്പിൾ ഇവാലുവേഷൻ ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ഡയറക്ട്ലി വാല്യൂ. സോ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ്. സോ ദിസ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇൻ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ്. ഓക്കെ, സോ ഓക്കെ.